ഇപ്പൊ നമ്മൾ കാർബൺ സൈക്കിൾ കണ്ടു. വാട്ട് ആർ ദ ഡിഫറെന്റ് പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ കാർബൺ സൈക്കിൾ കണ്ടു. ടൈപ്സ് ഓഫ് കാർബൺ സൈക്കിൾ നമ്മൾ കണ്ടു. കാർബൺ സൈക്കിൾ ഓൺ ലാൻഡ് കണ്ടു, കാർബൺ സൈക്കിൾ ഓൺ ഓഷ്യൻ കണ്ടു. ഇതുകൂടാതെ രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്കറിയണം. കാർബൺ സൈക്കിൾ can be classified into two types based on the duration of the process. ഈ കാർബൺ സൈക്കിളിന്റെ ഡ്യൂറേഷൻ അനുസരിച്ച് രണ്ട് തരം കാർബൺ സൈക്കിൾസ് ഉണ്ട്. ഷോർട്ട് ടേം കാർബൺ സൈക്കിൾസ് ആൻഡ് ലോങ് ടേം കാർബൺ സൈക്കിൾസ്. ഷോർട്ട് ടേം കാർബൺ സൈക്കിൾസ് occur within a relatively short period of time, 1 to 100 years. So short term carbon cycle duration is from 1 year to 100 years. It is named as such because it takes just days, months or years for carbon to flow across the various carbon reservoirs. Carbon stored in the atmosphere, oceans and biosphere form short-term reservoir of carbon. അപ്പോൾ ഷോർട്ട് ടേം റിസർവോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ പെട്ടെന്ന് തന്നെ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറുന്നു. ആ കാർബൺ ഡയോക്സൈഡ് പെട്ടെന്ന് തന്നെ കാർബോഹൈഡ്രേറ്റ് ആകുന്നു. ആ കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന സൈക്കിൾസ് ആണ് ഷോർട്ട് ടേം കാർബൺ സൈക്കിൾസ്. ഇനി ലോങ് ടേം കാർബൺ സൈക്കിൾസ് എന്താണ്? പേരിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ് അല്ലെ. ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാവുന്ന ആ പ്രോസസ് ആണ് ലോങ് ടേം കാർബൺ സൈക്കിൾ. ദിസ് ടൈപ്പ് ടേക്ക് thousands of years to occur. The excess carbon from the short-term cycle is stored for a long time before they are released. അപ്പൊ നമ്മള് ഒരുപാട് ഷോർട്ട് ടേം സൈക്കിൾ വഴി ഒരുപാട് കാർബൺ ഡയോക്സൈഡ് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നില്ല. ആ ബാക്കി വരാതെ തിരിച്ച് അറ്റ്മോസ്ഫിയറിൽ എത്താതെ ഇരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടല്ലോ, ആ കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാട് കാലം സ്റ്റോർഡ് ആവും. എവിടെയാണ്? ഫോസിൽസ് ആയിട്ട് സ്റ്റോർഡ് ആകും. ഇത് റിലീസ് ചെയ്യുന്നത് ഈസ് ആഫ്റ്റർ, ആ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് കാർബൺ റിലീസ് ആവുന്നത് ഈസ് ആഫ്റ്റർ thousands of years. അപ്പൊ അങ്ങനത്തെ സൈക്കിൾസ് ആണ് ലോങ് ടേം സൈക്കിൾസ്. പക്ഷെ ഇതിലെ രസം എന്താന്ന് വെച്ചാൽ about 99.9% of carbon is found in long term reservoir of rocks and fossil fuels. അപ്പോൾ നമ്മുടെ കാർബൺ സൈക്കിൾസിലെ 99.9 സൈക്കിളും ലോങ് ടേം കാർബൺ സൈക്കിൾസ് ആണ്. വളരെ കുറച്ച് 0.1% മാത്രമേ ഷോർട്ട് ടേം കാർബൺ സൈക്കിൾ കാണൂ. ഷോർട്ട് ടേം കാർബൺ സൈക്കിളിലെ റിസർവോയർ അറ്റ്മോസ്ഫിയർ, ഓഷ്യൻ, ബയോസ്ഫിയർ. ഇനി നമ്മുടെ ലോങ് ടേം കാർബൺ സൈക്കിളിന്റെ റിസർവോയേഴ്സ് ഏതൊക്കെയാണ്? റോക്സ് ആൻഡ് ഫോസിൽ ഫ്യൂവൽസ് ആണ് ലോങ് ടേം കാർബൺ സൈക്കിളിന്റെ റിസർവോയേഴ്സ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾക്ക് കാർബൺ സൈക്കിളിൽ പഠിക്കാനുള്ളത്. ഇതില് ആ ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്എ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് കാർബൺ സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡയഗ്രാം വരച്ചിട്ടായിരിക്കണം. ഡയഗ്രത്തിന് എന്തായാലും മാർക്ക് ഉണ്ടാവും. 2 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ മാത്രം അതിന്റെ ഡെഫിനേഷൻ എഴുതിയാൽ മതി, ഡയഗ്രാം വരയ്ക്കണമെന്നില്ല. പക്ഷെ 2 മാർക്കിന്റെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഡ്രോ ദ കാർബൺ സൈക്കിൾ എന്നായിരിക്കും ചോദിക്കുക. അപ്പൊ ഇതാണ് കാർബൺ സൈക്കിൾ.